ശ്രേഷ്ഠത മനുഷ്യജീവിതത്തിന് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കാര്യമാണ്. ബൈബിൾ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അനുഭവങ്ങളും എല്ലാ പഠനങ്ങളും മനുഷ്യജീവിതത്തെ സ്വാധീനിക്കുന്നു. ഈ ലോകത്ത് മനുഷ്യർ പഠിപ്പിക്കുന്ന പാഠങ്ങളും ദൈവവചനങ്ങളും ഒക്കെ ജീവിത സാഹചര്യത്തിലേക്ക് മനുഷ്യൻ പോയിക്കൊണ്ടിരിക്കുക. പക്ഷേ ഏത് കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും മനുഷ്യർ അവരുടെ ജീവിതത്തിന് മാറ്റം വരുത്തിയില്ല എങ്കിൽ വളരെ പ്രയാസമാണ്. ഇനി തുടർന്നുള്ള ദിവസങ്ങൾ മനുഷ്യർക്ക് ഓണ ആഘോഷത്തിൻ്റെ ഒരു നാളിലേക്ക് പോവുകയാണ്. ഒരുപക്ഷെ ലോക ഉത്സവമാണ്. എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഈ ലോകത്തിൻ്റെ ഉത്സവത്തിൽ യൗവനക്കാർ വീണു പോകാതെ അവരാരാണ് എന്ന് ചിന്തിക്കുന്ന ഒരു സമയം കൂടെയാണ്. ഒരുപക്ഷെ നമുക്ക് കുറച്ച് സമയമൊക്കെ നമുക്ക് ആഘോഷത്തിൽ പങ്കെടുക്കാം. അമിതമാകുമ്പോൾ അടിയും അക്രമവും ഒക്കെ കൂടി വരുന്ന ഈ കാലഘട്ടത്തിൽ വളരെ ഭക്തിയോടെ ക്രിസ്തുവിന് വേണ്ടി ജയിക്കുവാൻ, ക്രിസ്തുവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ തക്കതായ ഒരു നല്ല ചിന്ത മനുഷ്യജീവിതത്തിന് ഉണ്ടാകണം. ഇന്നത്തെ മാധ്യമങ്ങൾ, ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല, നമ്മളെല്ലാവരുടെയും വീടുകളിൽ ഉള്ള മാധ്യമങ്ങളിൽ കാണുന്ന അനേക നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത അനുഭവങ്ങൾ ലോകത്ത് നടക്കുന്നുണ്ട്. ഇത് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ലോകത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കും. പക്ഷെ എല്ലാവരും അതിൻ്റെ കൂടെ ഒഴുകിപ്പോകാൻ പാടില്ല. നല്ല തീരുമാനത്തോടുകൂടെ, പ്രാർത്ഥനയോടുകൂടെ വിശ്വാസ ജീവിതത്തിൽ ഉറച്ചു നിൽക്കുവാനായിട്ട് ഓരോരുത്തരെയും ക്ഷണിക്കുക. നമ്മൾ ലോകത്തിലിറങ്ങി നിന്നിട്ട് യേശുക്രിസ്തുവിലുള്ള സ്നേഹം എനിക്ക് കിട്ടിയില്ല, എനിക്ക് അവൻ്റെ മഹത്വം എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് നമ്മൾ യേശുക്രിസ്തുവിലേക്ക് വരണം. ഒരിക്കൽ നയാഗ്ര വെള്ളച്ചാട്ടത്തിൻ്റെ നടുവിലൂടെ ഒരു കയറ് വലിച്ച് കെട്ടിയിട്ട് ഒരു സാഹസികൻ ഒരു വീലുള്ള സൈക്കിളിലൂടെ ആ റോപ്പിലൂടെ അല്ലെങ്കിൽ കയറിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങി. അഗാധമായ കുഴിയാണ്. ലോകക്കാരെല്ലാവരും, ലക്ഷക്കണക്കിന് ആളുകൾ ഇത് കാണാൻ വന്നു നിന്നു. അവൻ്റെ വീഴ്ച കാണാനായിരിക്കാം, അവൻ കാണിക്കുന്ന സാഹസികത മനസ്സിലാക്കാൻ വേണ്ടിയാണ് ജനം കൂടി നിന്നത്. എല്ലാവരും കൈയടിച്ചു. ശരി, കൊള്ളാം, താങ്കൾ ചെയ്യുന്നത് നല്ലതാണ്, ലോകത്തിന് ഇഷ്ടമാണ്, ഞങ്ങളെല്ലാവരും സന്തോഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ അദ്ദേഹം ഇങ്ങനെ 3-4 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വീലുള്ള ഈ സൈക്കിളിൽ സഞ്ചരിച്ചതിന് ശേഷം അദ്ദേഹം അതിൻ്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് വിളിച്ചു ചോദിച്ചു, എൻ്റെ ചുമലിലിരിക്കാൻ ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈ ഉയർത്തുക, അവരെ ഞാൻ നിങ്ങളുടെ ചുമലിൽ ഞാൻ വഹിക്കും എന്ന്. കൈയടിച്ച ആളുകളുടെ സന്തോഷവും പോയി, കൈയടിയും നിന്നു, എല്ലാം നിന്നു. അപ്പോൾ ഒരു കൊച്ചു പയ്യൻ അവിടെ നിന്നുകൊണ്ട് കൈ ഉയർത്തി. അപ്പൻ അത് കണ്ടു. ഈ കുഞ്ഞിനെ ആ സ്ഥാനത്ത് എത്തിക്കുവാൻ കൊണ്ട് പറഞ്ഞു, ഈ കുഞ്ഞിനെയും വഹിച്ചുകൊണ്ട് ഈ പിതാവ് അതിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചു.
ഞാൻ പറഞ്ഞു വന്നത്, ആ കുഞ്ഞ് ആരെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ മകനാണ്. അദ്ദേഹത്തിൻ്റെ മകനൊരു കാര്യം മനസ്സിലായി, എൻ്റെ അപ്പൻ എന്നെ നശിപ്പിക്കത്തില്ല. ഈ അഗാധമായ കുഴിയിൽ നിന്ന് രക്ഷിക്കാൻ, ഞാൻ വീണുപോയാൽ എന്നെ രക്ഷിക്കാൻ എൻ്റെ അപ്പന് കഴിയും എന്ന് ഉറപ്പുള്ള കുഞ്ഞായതുകൊണ്ടാണ് ആ അപ്പൻ്റെ ചുമലിൽ ഇരിക്കുവാൻ ആഗ്രഹിച്ചതും കൈ ഉയർത്തിയതും. ഇന്ന് ക്രിസ്തീയ വിശ്വാസത്തിൽ നിൽക്കുന്ന ഓരോ മക്കളോടും ചോദിക്കുന്നു, നിങ്ങൾ യേശു ക്രിസ്തുവിന് വേണ്ടി എത്ര പേര് കൈ ഉയർത്തും? അതോ ലോകത്തിന് വേണ്ടിയാണോ ഏറ്റവും കൂടുതൽ സപ്പോർട്ട്? ഇന്ന് സ്കൂളുകളിൽ ആഘോഷമാണ്, സമൂഹത്തിൽ ആഘോഷമാണ്. ഇനി നിവർത്തിയില്ലെങ്കിൽ സഭയിലും എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം മനുഷ്യരുടെ ഇഷ്ടമാണ്. പക്ഷെ യേശു ക്രിസ്തുവിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? യേശു ക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നതും നിങ്ങളെ അനുഗ്രഹിക്കുന്നതും നിങ്ങളുടെ മക്കളെ സൂക്ഷിക്കുന്നതുമായ ഒരു ദൈവകരം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നെങ്കിൽ, ഏറ്റവും കൂടുതൽ ഈ മാധ്യമങ്ങളിലൂടെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് ഈ ലോകത്തിലാണ്. അതിനുള്ള വഴികളുണ്ട്, അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുകയാണ്. ഒരു കാലഘട്ടത്തിൽ ഇതൊന്നും ഇല്ലായിരുന്നു. ഒരു 10-40 വർഷത്തിന് മുമ്പ്, അല്ലെങ്കിൽ ഒരു 50 വർഷത്തിന് മുമ്പ് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്, വളരെ സമാധാനമുള്ള കുടുംബങ്ങളാണ്. അപ്പൻ മക്കളെ വിളിച്ചാൽ മക്കൾ അടുത്ത് വരും, അമ്മ വിളിച്ചാൽ മക്കൾ അടുത്ത് വരും, അവരെ സ്നേഹിക്കും, അവർക്ക് നല്ല ഭക്ഷണങ്ങൾ കൊടുക്കാനും പരസ്പരം പങ്കിടാനും ഉള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അതിൻ്റെ അവസ്ഥകൾക്ക് മാറ്റം വന്നു. കാരണം മനുഷ്യൻ ആഘോഷങ്ങളിലേക്ക് ഇറങ്ങി. എല്ലാവരും ആഘോഷത്തിലാണ്. ഇന്ന് പുരുഷ സംഘങ്ങൾ മാത്രമേ എനിക്ക് തോന്നുന്നു വലുതായിട്ട് പ്രവർത്തിക്കാതെയുള്ളൂ എന്ന് ഞാൻ ചിന്തിക്കുന്നു. ഇപ്പോൾ സ്ത്രീകൾ തിരുവാതിര കളിക്കാൻ തുടങ്ങി, അല്ലേ? ജോലിക്ക് വേണ്ടി. അപ്പോൾ ആരാധനയൊന്നുമില്ല. ഇവിടെ ഓരോ ആരാധനകളും സ്ത്രീകൾക്കുള്ള കൂട്ടായ്മകളൊക്കെ ഉണ്ട്. ചിലപ്പോഴൊക്കെ അസൗകര്യമുണ്ട്, പക്ഷേ അതിനുള്ള സമയങ്ങളില്ല എന്നുള്ളതാണ്. എത്ര പേരാണ് തൻ്റെ കുടുംബത്തെ നോക്കിയിട്ട് തൻ്റെ ജീവിതത്തിലെ ജോലിക്കും ഇങ്ങനെയുള്ള ലോകത്തിൻ്റെ പിറകെ പോകുന്നത് എന്ന് സ്വയം ചിന്തിക്കേണ്ടതാണ്. സ്വയം ചിന്തിക്കുമ്പോൾ, ഞാൻ പുറത്തിറങ്ങുമ്പോൾ എൻ്റെ കുടുംബത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നുണ്ടോ? എൻ്റെ കുടുംബത്തിലെ എൻ്റെ ഭർത്താവിന് വേണ്ടി, എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും കരുതി വെച്ചിട്ട് എനിക്ക് പോകാൻ കഴിയുന്നുണ്ടോ? ഇല്ല. നമ്മളങ്ങ് അവരാരോ വിളിച്ചു, ഒരു വാഹനം വന്നു, കയറുക, യാത്ര ചെയ്യുക. ലോകത്തെ ഇങ്ങനെ ആഘോഷങ്ങളിലേക്ക് മനുഷ്യൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ എവിടെയൊക്കെ യാത്ര ചെയ്യുമോ ഒരു സ്ഥലത്തുനിന്നും നിങ്ങൾക്ക് സമാധാനത്തിൻ്റെ ഒരു അനുഭവം ഉണ്ടാകത്തില്ല. അവിടെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ കുടുംബത്തിൽ സമാധാനമില്ല. ഒരു ഭാഗത്ത് മദ്യപാനമായിരിക്കാം, ഒരു ഭാഗത്ത് രോഗമായിരിക്കാം, മറ്റുള്ളവരെ ശുശ്രൂഷിക്കാൻ സമയമില്ല. എത്ര അപ്പനും അമ്മയും, നേരത്തെ പറഞ്ഞതുപോലെ എത്ര അപ്പനും അമ്മയെ സ്നേഹിക്കാൻ, അവരെ ശുശ്രൂഷിക്കാൻ സമയം കിട്ടുന്നു? ഇല്ല. കാരണം എല്ലാവരും തിരക്കിലാണ്. അപ്പം നമ്മുടെ ജീവിതം ഇങ്ങനെയുള്ള ഒരു തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഈ ഉത്സവത്തിൻ്റെ നടുവത്തിൽ നിന്ന് തിരിച്ചു വരാം. ഞാൻ ഈ ആരാധനയിൽ നിന്നുകൊണ്ട് പറയുന്ന ഒരു കാര്യം, ഈ വരുന്ന നാളുകൾ പല സ്ഥലങ്ങളിലും അക്രമങ്ങൾ നടക്കുന്ന സമയമാണ്. ഏതിൻ്റെ പേരിൽ? ഉത്സവത്തിൻ്റെ പേരിലാണ് അടി. ഒന്നുകിൽ മൃഗങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളായിരിക്കാം, അല്ലെങ്കിൽ മനുഷ്യർ തമ്മിലുള്ള പ്രശ്നങ്ങളായിരിക്കാം. എത്രയോ എണ്ണം മരിക്കുന്നു. ദയവ് ചെയ്ത് നമ്മുടെ ഉത്സവങ്ങളെ ഒന്നുകൂടെ ലഘൂകരിച്ചുകൊണ്ട് ദൈവികമായ കൂട്ടായ്മകളും പ്രാർത്ഥനകളും ആരാധനകളും നമ്മുടെ കൈമുതലായിട്ട് വരുന്നെങ്കിൽ, വരുന്ന തലമുറയെങ്കിലും, ഇപ്പോഴുള്ള ഒരു യൗവന കാലഘട്ടം നശിച്ചു കഴിഞ്ഞു. 10ാം ക്ലാസ് മുതൽ അല്ലെങ്കിൽ 8ാം ക്ലാസ് മുതൽ, അല്ലേ, ജോലിയൊന്നും വേണ്ടെന്നേ, ഒരു ജോലിയും വേണ്ട. പക്ഷെ എങ്കിലും ഒരു വിവാഹത്തിന് വേണ്ടിയുള്ള ഒരുക്കം ചെയ്യുന്നവരുണ്ട്. ഒരു ജോലിയില്ല.
ഏറ്റവും ചെറിയ ക്ലാസ്സാണ്, പക്ഷേ വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുക. ഈ വരുന്ന പെൺകുട്ടി ആരാണോ ജീവിക്കാൻ വേണ്ടി വരിക, ആരെ കൂടെ ജീവിക്കാൻ വരുന്നത്, എന്തിനു വേണ്ടിയാണ് ജീവിക്കാൻ വരുന്നത്, ഇങ്ങനെ ചിന്തിക്കാനുള്ള മനോഭാവവും മനസ്സും മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണർത്തപ്പെടുമ്പോഴാണ് ക്രിസ്തീയ വിശ്വാസം നമുക്ക് ശക്തമായി തീരുന്നത്. അല്ലാതെ പുരോഹിതർ ദേവാലയത്തിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ പറയും, ഓ അച്ഛന് വേറെ ജോലിയൊന്നുമില്ല, അദ്ദേഹത്തിന് ഇങ്ങനെ പ്രസംഗിച്ചാൽ മതി. പക്ഷേ ഈ പ്രസംഗം ഭയങ്കരമാണ്, ഈ ദൈവവചനം ഭയങ്കര അനുഗ്രഹമാണ്. ഇത് നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടുവന്നാൽ അതിന് മാറ്റമുണ്ടാകും. ഇതിൽ ഇന്ന് വേദഭാഗത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു വാക്യം കൂടെ ഞാൻ ഓർപ്പിച്ച് അവസാനിപ്പിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ അബ്രഹാം എന്ന് പറയുന്ന ഒരു വലിയ പ്രായമുള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തോട് ദൈവത്തിന് ഒരു ദർശനമുണ്ടായിട്ട് ദൈവം ദർശനത്തിൽ ഇങ്ങനെ ഓർപ്പിക്കുന്നു, അബ്രഹാമേ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലവും ആകും. എന്താണ് പറഞ്ഞിരിക്കുന്നത്? അബ്രഹാമേ നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയാണ്, നിന്റെ അതിമഹത്തായ പ്രതിഫലമാണ്. പരിച എന്ന് പറയുന്നത് നമുക്കറിയാം അല്ലേ? ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ കഴിയുന്ന അല്ലെ അഭ്യാസങ്ങൾ ഉപയോഗിക്കുന്ന ഒരു പരിചയമാണ്. മറ്റുള്ളവരിൽ ഏൽക്കുന്ന പ്രതിസന്ധികളെ തരണം ചെയ്യാൻ ദൈവവചനം ആവശ്യമാണ്. ഇനി അതിന് മഹത്തായ പ്രതിഫലമാണ്. അപ്പോൾ ഈ അതിമഹത്തായ പ്രതിഫലം എന്താണ് ദൈവമേ എന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് തന്നെ എൻ്റെ ജീവിതത്തിൽ ഒരു സന്താനമില്ലാതെ ഞാൻ നിരാശപ്പെട്ട് വേദനയോടെ കണ്ണുനീരോടെ കഴിയുമ്പോൾ എങ്ങനെയാണ് ദൈവമേ ഞാൻ ഇത്ര സന്തോഷിക്കുന്നത്? ദൈവം അതിനുള്ള വഴികളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇന്ന് രാവിലെ സമയം ഈ ആരാധനയിൽ പങ്കെടുത്തിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, മാതാപിതാക്കളോട്, കുഞ്ഞുങ്ങളോട് പറയുന്ന ഒരു കാര്യം, ഈ ലോക ജീവിതത്തിലൂടെ നിങ്ങൾ സഞ്ചരിക്കരുത്. ഇത് നിങ്ങൾക്ക് വളരെയധികം ദോഷം ചെയ്യും. ഒരു വിഭാഗം അവരുടേതായ വഴിയിൽ ജീവിക്കും, കുറേ ആഡംബരത്തിൽ ജീവിക്കും. പക്ഷെ ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതമാണ്. അത് മുറുകെ പിടിക്കാനുള്ള മനസ്സ് നിങ്ങളുടെ പ്രായം കഴിയുമ്പോഴുണ്ടാകണം. നിങ്ങൾ ഇന്ന് കുഞ്ഞുങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധവും കുറഞ്ഞു വരുന്നൊരു കാലഘട്ടം. അപ്പനും മക്കളും തമ്മിലുള്ള ബന്ധമൊക്കെ കുറഞ്ഞു. അതുപോലെ തന്നെ ചെറുമക്കളും ഈ അപ്പച്ചനും അമ്മച്ചിയും തമ്മിലുള്ള ബന്ധം കുറഞ്ഞു. എന്താ കാരണം? അവർ പ്രത്യേകം താമസിക്കുന്നവരാണ്. ഈ മക്കൾക്ക് ഇപ്പോൾ കൊച്ചുമക്കൾക്ക് അറിയത്തില്ല അപ്പച്ചൻ ആരാണെന്ന് അറിയത്തില്ല. അതുകൊണ്ട് അവരുടെ സ്നേഹം കിട്ടാൻ വേണ്ടി ഈ അപ്പച്ചനും അമ്മയും കാത്തിരിക്കുക. അവർക്ക് എന്താ എല്ലാ ദിവസവും വാരിയും കെട്ടിയും കൊണ്ട് നടക്കുന്ന പണ്ട് കാലഘട്ടത്തിൽ അമ്മമാരൊക്കെ സഞ്ചിയിലും തലയിലും ഒക്കെ വെച്ച് മക്കളെ വീട്ടിൽ കൊണ്ടു കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഇപ്പം അതൊക്കെ കുറഞ്ഞു, നിവർത്തിയില്ല, എല്ലാം അവരുടെ വീടുകളിലുണ്ട്. അതുകൊണ്ട് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ കൊച്ചു മക്കളെ പോലും ഈ മാതാപിതാക്കളെ കാണിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, ജീവിതത്തിൻ്റെ താളം തെറ്റിയ ഈ വഴിയിൽ നിന്ന് ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന യൗവനക്കാര് ഒരു പുതിയ മനുഷ്യ ജീവിതമായി, ഒരു പുതിയ ചിന്തയുള്ളവനായി, അനുഗ്രഹിക്കപ്പെട്ടവനായി ഈ ലോകത്തിലേക്ക് ഇറങ്ങിപ്പോകാതെ, വഴുതി പോകാതെ, ഞാൻ പറയുന്നു, ഈ നാളുകളിൽ ഉത്സവത്തിൻ്റെ കാലഘട്ടം വരികയാണ്. നിങ്ങൾ ഒരു സ്ഥലത്തും പോയി അടികളൊന്നും വാങ്ങരുത്. ഈ സഭയിലുള്ള പ്രിയപ്പെട്ടവരാരും ഒരു സ്ഥലത്തും ചെന്ന് അടി ഉണ്ടാക്കാനും പോകരുത്, അടി വാങ്ങിച്ചു കൊണ്ടും വരരുത്. വന്നിട്ട് നമുക്ക് സമാധാനമില്ലാതെ ജീവിക്കരുത്. നമ്മൾ പലപ്പോഴും പല സ്ഥലങ്ങളിലും കാണുകയാണ്, അടിയുണ്ടാക്കി നെറ്റിയും പൊട്ടി കാലും ഒടിഞ്ഞ് കൈയും ഒടിഞ്ഞ് ദേവാലയത്തിൽ ഒന്ന് അച്ഛോ പ്രാർത്ഥിക്കണം. എന്തിനാ പ്രാർത്ഥിക്കേണ്ടത് അല്ലേ? ഈ ലോകത്തിലേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ, ഉത്സവങ്ങളിൽ പങ്കെടുക്കാൻ പോകുമ്പോൾ നിങ്ങൾക്കൊരു സുരക്ഷിതത്വം വേണം. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ പോകരുത്, നിർത്തിക്കൊള്ളുക. ഇതുവരെ ചെയ്തത് മതി, ഇനി എനിക്ക് എൻ്റെ ദൈവമായിട്ട് എനിക്ക് പുതിയൊരു പൈതലായി ജീവിക്കണം, ഒരു പുതിയ ക്രിസ്തീയ ജീവിതം എനിക്കുണ്ടാകണം. അതുകൊണ്ട് നല്ലൊരു കുടുംബം ഉണ്ടാകണം. നല്ലൊരു കേസൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല. ഒരു സ്ഥലത്തും കയറി നിങ്ങൾക്ക് മുമ്പോട്ട് പോകുവാനായിട്ട് കഴിയയില്ല. അതുകൊണ്ട് ലോകത്തിങ്ങനെ കേസും വഴക്കും അഡ്വക്കറ്റിന് കൊടുത്തും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കേസ് പറഞ്ഞും ജീവിതം കളയുന്നതിന് പകരം പ്രാർത്ഥനാ ജീവിതം തുടങ്ങുക.
ഒരുമിച്ച് പ്രാർത്ഥിക്കുക, സഭയായിട്ട് ആരാധനകളിൽ പങ്കെടുക്കുക. കുടുംബ പ്രാർത്ഥനകൾ ഇല്ല ഇന്ന് ഭവനങ്ങളിൽ, കുടുംബ പ്രാർത്ഥനകളില്ല. എത്ര പേരുടെ ഭവനങ്ങളിലാണ് ശരിക്കുമുള്ള ഭവന പ്രാർത്ഥനയുള്ളത്? ഇല്ല. ഒരു സഭാപുരോഹിതന് ഒരു ശുശ്രൂഷ നടത്തുന്ന ആ ഒരു ഏരിയയിൽ പോലും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, പലർക്കും വരാൻ പറ്റുന്നില്ല. അടുത്തുള്ളവർക്ക് പോലും ആരാധനയിൽ പങ്കെടുക്കാൻ കഴിയുന്നില്ല. കാരണം എല്ലാവരും തിരക്ക് പിടിച്ച അവസ്ഥയിലാണ്. പക്ഷെ നമുക്ക് ജോലി ആവശ്യമാണ്, എല്ലാ കാര്യങ്ങളും ചെയ്യട്ടെ. നിങ്ങൾ എല്ലാ സമയത്തും എല്ലാവരും ഒരുമിച്ച് വരാൻ പറ്റത്തില്ല. പക്ഷേ പറ്റുന്നവരുണ്ട്, വീട്ടിലുള്ളവരുണ്ട്. അവര് ഈ ആരാധനകളിൽ പങ്കെടുത്ത് തൻ്റെ കുടുംബത്തിന് വേണ്ടി, ദേശത്തിന് വേണ്ടി, ദേവാലയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ ദേശം ആപത്തുകളിൽ നിന്ന് രക്ഷ പ്രാപിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. ഞാനിവിടെ നിർത്തുവാൻ ആഗ്രഹിക്കും. അബ്രഹാമിനെ ഇങ്ങനെ വിളിച്ച് ഒരു കാര്യം പറഞ്ഞു. 5-ാമത്തെ വാക്യം പറയുന്നത് ഇങ്ങനെയാണ്: പിന്നെ അവനെ പുറത്തു കൊണ്ട് ചെന്നിട്ട് നീ ആകാശത്തേക്ക് നോക്കുക, നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക എന്ന് കൽപ്പിച്ചു. നിന്റെ സന്തതി ഇങ്ങനെയാകും എന്ന് അവരോട് കൽപ്പിച്ചു. അവൻ യഹോവയിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു എന്നാണ്. നമുക്കൊരു നല്ല ഒരു നീതിയുടെ അനുഭവം അബ്രഹാമിൽ കൂടെ ലഭിക്കുന്നു എങ്കിൽ, ഒന്നുമില്ലാതിരുന്ന സ്ഥാനത്ത് ആകാശത്തിലെ നക്ഷത്രത്തെയും കടൽ തീരത്തെ മണൽത്തരികളെയും കാണിച്ചിട്ട് പറഞ്ഞു, ഇതുപോലെ നിനക്ക് തലമുറകളെ തരും. അതുകൊണ്ട് ആ ദൈവം ഇന്ന് നമ്മളെ വിളിച്ചിരിക്കുന്ന ദൈവമാണ്. ആ വിളിയുടെ ശബ്ദം കേൾക്കാൻ നിങ്ങൾക്ക് മനസ്സ് കുറഞ്ഞു പോകരുത്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പൂർവ്വപിതാക്കന്മാർ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പ്രാർത്ഥിച്ച് തലമുറകളെ നൽകിയെങ്കിൽ വഷളന്മാരായി തീരുവാൻ ഇടവരുത്തരുത്. നമ്മുടെ ദേവാലയമാകാം, ദേശമാകാം, സോദോം ഗോമോറയുടെ അനുഭവം പോലെ ഒരിക്കലും ആയിത്തീരുവാൻ ഇടവരുത്തരുത്. എല്ലാ പ്രാവശ്യവും അടി, എല്ലാ ദിവസവും പ്രശ്നമാണ്, എല്ലാ ദിവസവും ബുദ്ധിമുട്ടുകളാണ് എങ്കിൽ നമുക്ക് സമാധാനമായിട്ട് ക്രിസ്തീയ ജീവിതത്തിലേക്ക് വരുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് ഒരു പുതിയ തീരുമാനമെടുക്കുക. യൗവനക്കാർ അവർ ചിന്തിക്കുക, പിതാക്കന്മാർ അവർ ചിന്തിക്കുക, മാതാക്കൾ ചിന്തിക്കുക, ദൈവമേ ഞാൻ ഇതിൻ്റെ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തണം. എങ്ങനെയാണ് എനിക്ക് ചെയ്യാൻ കഴിയുക? നിങ്ങൾ ദയവായി ആരാധനകളിൽ പ്രാർത്ഥനകളിൽ പങ്കെടുക്കണം എന്നുള്ളതാണ്. പലരും പലപ്പോഴും ഭവനങ്ങളിലിരിക്കുന്നവരുണ്ട്, അല്ലേ? ഈ സമയത്ത് പോലും ഭവനങ്ങളിൽ കിടന്നുറങ്ങുന്നവരുണ്ടാവും. ഒന്ന് ചിന്തിച്ച് നോക്ക്, ഈ ഒരു ആരാധന ഈ സമീപത്ത് നടക്കുമ്പോൾ പോലും തിരിഞ്ഞു നോക്കാത്തവരുണ്ട്. വരുന്ന ആപത്തുകൾ വലുതാണ്. അതുകൊണ്ട് ബൈബിൾ പറഞ്ഞതുപോലെ സോദോം ഗോമോറയുടെ അനുഭവം പലപ്പോഴും പുതിയ കാലഘട്ടത്തിൽ വരാതിരിക്കാനായിട്ട് അതിൻ്റെ തുടക്കങ്ങളാണ്, അതിൻ്റെ കാലഘട്ടത്തിലാണ് നമ്മൾ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വിശേഷതയേറിയ മക്കളായിട്ട് നമുക്ക് ആയിത്തീരണമെങ്കിൽ നല്ല പ്രാർത്ഥനയും നല്ല ആത്മീക ജീവിതവും നല്ല യൗവനക്കാരികളും ആയി വരുന്ന തലമുറകൾക്ക് നല്ല കൗമാരപ്രായമുള്ള നല്ല ബാലന്മാരായി ഇങ്ങനെയൊക്കെ വളരാൻ ഈ ലോകത്ത് ഭാഗ്യം ലഭിച്ചാൽ അത് തന്നെയാണ് യേശുക്രിസ്തുവിലുള്ള വിശ്വാസം. അല്ലാതെ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലേക്ക് വരുവാൻ മനുഷ്യ ജീവിതത്തിന് പ്രയാസമാണ്. അതുകൊണ്ട് ഈ മനോഹരമായ ഈ നല്ല ദിവസത്തിൽ നമുക്ക് ആവശ്യമായ ചിന്തകൾ നൽകി ആ ദൈവം ആ പ്രിയപ്പെട്ടവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് ഭയഭക്തിയോടുകൂടെ തുടർന്നുള്ള ദിവസങ്ങളിൽ നല്ല ചിന്തയോടെ ഞാനിതെന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത് എന്ന് ആലോചിച്ച് ചെയ്യാൻ ഒരു മനസ്സ് നിങ്ങളിൽ ഞാൻ നൽകുകയാണ്. അതുകൊണ്ട് ഏത് കാര്യം ചെയ്യുമ്പോഴും പ്രാർത്ഥനയോടെ ചെയ്യുവാൻ സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തേശുവിങ്കൽ കാക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് ധർമ്മശേഖര വാക്യങ്ങൾ ഒരുമിച്ച് ചൊല്ലാം.